ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ. സോ നമ്മളിത് പാർട്ട് 1. ഇപ്പോൾ പാർട്ട് 1 കാണാത്തവരെ പാർട്ട് 1 കണ്ടിട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ വാട്ട് ഈസ് ലിവിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് നോക്കുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ദി ലിവിങ് വേൾഡ്. അപ്പം ഈ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമുക്ക് ഒരുപാട് ചെടി കാണാം, അല്ലെങ്കിൽ ആനിമൽസിനെ കാണാം. ഇപ്പൊ പൂച്ച, നായ, അങ്ങനത്തെ ചെറിയ ചെറിയ ജീവികൾ അല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ആനിമൽസ് കൂടി വരുന്നതാണ്, പ്ലാന്റ്സും കൂടി വരുന്നതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 1.7 to 1.8 മില്യൺ സ്പീഷീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 1.7 to 1.8 മില്യൺ സ്പീഷീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്രയും നമ്മളൊരു സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പം അതിനൊപ്പം ഇവിടെ പറയുന്ന പേരാണെന്നില്ല, വേറൊരു സ്ഥലത്ത് പോയി പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടുത്തെ വാട്ടർമെലൺ നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ തണ്ണിമത്തൻ, വത്തയ്ക്ക എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് നെയിംസിനാണ് വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മളൊരു ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ട് നമ്മളൊരു അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ പോയിട്ട് നമ്മൾ വത്തയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അല്ലേ. സോ അവിടെ എല്ലാവർക്കും മനസ്സിലാവണം, നമ്മുടെ ഇവിടെ എല്ലാവർക്കും. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ എവിടെ പോയി പറഞ്ഞാലും ഇതെന്ന് പറഞ്ഞാൽ അതെന്താ സാധനം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ അതിന് എന്ത് വേണം, ഒരു സ്റ്റാൻഡർഡൈസേഷൻ വരണം അല്ലേ. അപ്പൊ ഈ സ്റ്റാൻഡർഡൈസേഷൻ വരാൻ വേണ്ടി നമ്മൾ പേരിടണം. ആ പേരിടുന്ന ആൾക്കാരെ ഇപ്പൊ നമ്മളൊരു നോമൻ ക്ലേച്ചർ അല്ലേ. ഇപ്പൊ പേരിടുന്ന നോമൻ ക്ലേച്ചർ എന്നാണ് സയന്റിഫിക് ആയിട്ട് പറയും. ഓക്കെ. അപ്പൊ ഒരു പേരിടുന്ന ആദ്യം അത് പ്ലാന്റ് ആണോ ആനിമൽ ആണോ, അതിന്റെ സ്പീഷീസ് എന്താണ് എന്ന കാര്യം കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. അപ്പം ഈ പേരിടുന്നതിന് ഇപ്പൊ പ്ലാന്റ്സ് ആണെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ബോർഡ് ഉണ്ട്, അതേപോലെ ആനിമൽസിനാണെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ബോർഡ് ഉണ്ട്. ഇപ്പൊ പ്ലാന്റ്സിലാണെങ്കിൽ ICBN എന്ന് പറഞ്ഞ ആൾക്കാരെ പേരിടാം. ICBNന്റെ ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICBN ആണ് എന്തിന് പേരിടാം? പ്ലാന്റ്സിന് സയന്റിഫിക് നെയിംസ് ഇടാം. ഓക്കെ. ഇപ്പൊ ഈ നെയിമിന് പറഞ്ഞ പേരെന്താ? നോമൻ ക്ലേച്ചർ. ഓക്കെ. പ്ലാന്റ്സിന് പേരുന്ന ആൾക്കാരാ ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അങ്ങനെയാണെങ്കിൽ ആനിമൽസിലോ? ആനിമൽസിന് പേരുന്ന ICZN, ICZN, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ആണ്, FOR, ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇത് വേണമെങ്കിൽ നീറ്റ് എക്സാമിന് ചോദിക്കാം. ഇപ്പൊ ICBN ICZN വന്നിട്ട് ഫോർ ഓഫ് ഒക്കെ വരും. ഓഫ് ആർക്കാണ്, ഫോർ ആർക്കാണ്, കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോ. ഓഫ് വന്നാൽ സുവോളജി ആണ്, ഫോർ വരുന്ന സമയത്ത് ബോട്ടണിയാണ്. ഓക്കെ. സോ അങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ പേരിടുന്ന സിസ്റ്റത്തിന് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് നിലവിൽ രണ്ട് പേര് എന്നുള്ള രീതിയിൽ നോമൻ, രണ്ട് ബൈ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട്, നോമിയൽ എന്ന് പറഞ്ഞാൽ പേരിടുക അല്ലെങ്കിൽ പേര് നൽകുക, നോമൻ ക്ലേച്ചർ. ഓക്കെ. അപ്പൊ രണ്ട് നെയിമുള്ള ഒരു പേരാണ് നമ്മൾ എന്തിനിടുന്നത്? നമ്മളൊരു പ്ലാന്റ്സിനോ അല്ലെങ്കിൽ ഒരു ആനിമൽസിനോ ഐഡന്റിഫൈ ചെയ്താൽ ഇടുന്നത്. അപ്പൊ ആ രണ്ട് പേര് എന്തൊക്കെയാ? ഒന്ന് ജനറിക് നെയിം ആയിരിക്കണം, മറ്റേത് സ്പീഷ്യസ് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തൈറ്റ്. സ്പീഷ്യസ് നെയിം ഒന്ന് ജീനസിന്റെ നെയിം ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ കണ്ടുപിടിച്ച ആരാണ്? നമ്മുടെ കാൾ ലിനേഴ്സ് എന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ കണ്ടുപിടിച്ചത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ രണ്ട് പേരുകൾ ഉപയോഗിച്ചിട്ടാണ് പേരുന്നുണ്ടാവുക. അതിൽ ജനറിക് നെയിം അതുപോലെ സ്പീഷ്യസ് നെയിം ആണ് നോക്കാം. അപ്പൊ ഈ പേര് സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പം റൂൾസ്, എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ ഒരു പേര് എഴുതുകയാണെങ്കിൽ അത് നമ്മൾ എന്തിൽ എഴുതണം? ലാറ്റിൻ, അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ഓക്കെ. അപ്പം അവർ ഈ ലാറ്റിൻ ഭാഷ ഉപയോഗിച്ച് അതൊരു ഡെഡ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമ്മൾ ലാറ്റിൻ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത്. അതേപോലെ എഴുതുന്ന സമയത്ത് ഇറ്റാലിക്സിൽ എഴുതും. ഓക്കെ. അപ്പൊ മേ ബി അവർ എന്താ ലാറ്റിനൈസ് ചെയ്തതായിരിക്കാം.
പക്ഷെ ഒരിക്കലും ലാറ്റിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാണെന്നില്ല. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യേണ്ടത് ജീനസ്, സെക്കൻഡ് റെപ്രസെന്റ് ചെയ്യേണ്ടത് സ്പീഷീസ് ആണ്. ഫസ്റ്റ് ആണെങ്കിൽ ജീനസ് ആണ്, സെക്കൻഡ് സ്പീഷീസ് നെയിം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് എഴുതുന്ന സമയത്ത് സ്പീഷീസ് നെയിമും ജീനസ് നെയിമും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. എപ്പോഴാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? കൈകൊണ്ട് ഹാൻഡ് റിട്ടൺ ആവുന്ന സമയത്ത് നമ്മൾ ജീനസ് നെയിം സ്പീഷീസ് നെയിം സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യും. അതേപോലെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റാലിക്സ്. ഓക്കെ, പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റാലിക്സിലായിരിക്കും. ഇതാണ്. ഇനി അതേപോലെ ഒരു നിയമം കൂടെ, നമ്മൾ ജീനസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. ജീനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതേപോലെ സ്പീഷീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററിലാണ്. ജീനസിന്റെ ഫസ്റ്റ് സ്പെല്ലിംഗ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, സ്പീഷീസിന്റെ ഫസ്റ്റ് സ്പെല്ലിംഗ് സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ സോ മാഞ്ചിഫെറ ഇൻഡിക്ക, മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാംഗോ ആണ്. അപ്പൊ മാഞ്ചിഫെറ എന്ന് പറഞ്ഞാൽ ജീനസ് നെയിം ആണ്, അത് ക്യാപിറ്റൽ. അപ്പം ക്യാപിറ്റൽ എം എന്താ? ജീനസിലെ ഫസ്റ്റ് ലെറ്റർ എം ആയിരിക്കും, അത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതേപോലെ തന്നെ സ്പീഷീസിലെ ഇൻഡിക്ക, അതിൽ ഫസ്റ്റ് ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ ഐ എന്താണ്? സ്മോൾ ആണ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്ക നമ്മൾ കൈകൊണ്ട് എഴുതുകയാണെങ്കിലോ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ മാഞ്ചിഫെറ ഇൻഡിക്ക നമ്മൾ കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ എന്താക്കണം? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഇനി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിൽ. ഓക്കെ, ഫൈനല്ലേ? സോ അതാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഓരോന്നും ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ ഓരോരോ ഗ്രൂപ്പ്സിലേക്ക് ആക്കി മാറ്റാം, ഏത് കാറ്റഗറിയിലേക്ക് ആക്കണം, ഏതൊക്കെ കാറ്റഗറീസ് വരുന്നത്, അങ്ങനെ നമ്മൾ ഓരോ രീതിയിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, അല്ലേ? ഇപ്പൊ നമ്മൾ ഏത് ഒരു പ്ലാന്റ് എടുത്തു, അത് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കണ്ടു, നമ്മൾ അത് ആദ്യം പ്ലാന്റ് ആണോ അല്ലെങ്കിൽ ആനിമൽ ആണോ തിരിച്ചറിയണം. പ്ലാന്റ് ആണെങ്കിൽ എന്താ? പ്ലാന്റിന്റെ പേരാണ് വരിക എന്ന് പറയാം. ആനിമൽ ആണെങ്കിൽ ആനിമൽസിന്റെ പേരാണ് വരിക. ഇനിയിപ്പോൾ അതിന്റെ ഓരോരോ ഫീച്ചേഴ്സ് നോക്കിയിട്ട് അതിന് ഓരോരോ ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഓരോരോ കാറ്റഗറി ആക്കി മാറ്റാം. ഓക്കെ, അപ്പം അതാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഓരോരോ കാറ്റഗറിയിലേക്ക് മാറ്റി പറഞ്ഞു. അപ്പൊ അതിനാണ് ഈ കാറ്റഗറീസിന് സയന്റിഫിക്കലി പറയുന്ന പേരാണ് എന്ത്? ടാക്സ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? അങ്ങനെ ഈ ഓരോരോ ടാക്സിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുക? ടാക്സോണമി എന്ന് പറയും. ഇത് ചെയ്യുന്ന ആൾ ടാക്സോണമിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ആനിമൽ ആദ്യം എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യണം. ആ ഓരോരോ കാറ്റഗറിയിൽ തരം തിരിക്കുന്നതാണ് ടാക്സ് ആയാലും കാറ്റഗറീസിനാണ് ടാക്സ എന്ന് പറയുക. ആ ഒരു പ്രോസസ്സിനാണ് ടാക്സോണമി എന്ന് പറയുക. ആ ചെയ്യുന്ന ആളെ നമ്മൾ ടാക്സോണമിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അതേപോലെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ജസ്റ്റ് ഒന്നുമില്ല, സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ലാറ്റിൻ ഒറിജിൻ ആണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാൻസ്. വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല. സിസ്റ്റമേ നാച്ചുറൽ. അപ്പം അതാണ് ലിനേഴ്സിന്റെ പബ്ലിക്കേഷൻ, അത് ഓർത്ത് വെച്ചോ. സിസ്റ്റമേ നാച്ചുറൽ, അത് ലിനേഴ്സിന്റെ പബ്ലിക്കേഷൻസ് ആണ് സിസ്റ്റമേ നാച്ചുറൽ എന്ന സാധനം. ഓക്കെ, അത് ഓർത്തിരുന്നു. ഇനി ഈ ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പൊ ഈ ടാക്സോണമിക് ഹൈറാർക്കി കാറ്റഗറി അതൊക്കെ നോക്കിയാൽ എന്താ? ഇപ്പം നമ്മളിപ്പം ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് കിങ്ഡം, അതേപോലെ തന്നെ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, അതേപോലെ തന്നെ സ്പീഷീസ്. അങ്ങനെ ഇങ്ങനെ 7 കാറ്റഗറി ആവും, അല്ലേ? അപ്പം ഫസ്റ്റ് നമ്മളൊരു പ്ലാന്റ് ആണ് ആനിമൽ ആണോ നോക്കിയാൽ പറയും അത് ഏത് കിങ്ഡത്തിലാണ്. ഇപ്പൊ പ്ലാന്റ് ആണെങ്കിൽ
പ്ലാന്റ് കിങ്ഡം. ആനിമൽ ആണെങ്കിൽ ആനിമൽ കിങ്ഡം. ഈ ഫൈലം ഏതാ, ഡിവിഷൻ ഏതാ? അപ്പം ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ ആനിമൽസ്, ഫൈലം ആണെങ്കിൽ പ്ലാന്റ്സ്. ഇനി ഏത് ക്ലാസ് ആണ്, ഏത് ഓർഡർ ആണ്, ഏത് ഫാമിലി ആണ്, ഏത് ജീനസ് ആണ്, ഏത് സ്പീഷീസ് ആണ് നോക്കാൻ പറ്റും അല്ലേ? അപ്പൊ ആ ഒരു സംഭവമാണ് ടാക്സോണമിക്കൽ കാറ്റഗറി. ഓക്കെ, ഇതില് ഇപ്പം കിങ്ഡം പറഞ്ഞു, ക്ലാസ്, ഓർഡർ, ഫൈലം, ഡിവിഷൻ, ഇതൊക്കെ എന്താ? ഇതൊക്കെ ഓരോരോ ടാക്സ് അല്ലെങ്കിൽ ഓരോരോ കാറ്റഗറി. അപ്പൊ ഇതിനെയൊക്കെ വേർതിരിച്ച് ഞാൻ എന്താ പറയാ, ടാക്സോണമി. അത് ചെയ്യുന്ന ആളെ ടാക്സോണമിസ്റ്റ്. ഓക്കെ.